ശ്രീ ജോസ് തോമസ്, സിനിമാ സംഘടനകൾക്ക് ഇത് ആഹ്ലാദത്തിന്റെ നിമിഷമാണല്ലോ. ഉടൻ തന്നെ ദിലീപിനെ തിരികെ എടുക്കാൻ പോവുകയാണ് അദ്ദേഹത്തെ പുറത്താക്കിയിരുന്ന സംഘടനകൾ. അന്നും അത് സന്തോഷത്തോടു കൂടി പുറത്താക്കിയ കാര്യമല്ല. നടിക്കൊപ്പമാണ്, അതോടൊപ്പം ദിലീപിനൊപ്പമാണ്. ഒരേ സമയം രണ്ട് സന്ദേശങ്ങൾ നൽകുകയായിരുന്നുവല്ലോ മലയാള സിനിമാ ലോകം. പക്ഷേ ഇത് ഇപ്പോൾ കുറ്റവിമുക്തനായതോടുകൂടി സ്വാഭാവികമായ നടപടിക്രമത്തിലേക്ക് പോകുന്നു. പക്ഷേ സിനിമാ രംഗത്തെ തന്നെ മറ്റൊരാളുടെ നേരെ ഈ ഗൂഢാലോചന തിരിച്ചു വെച്ചിട്ടുണ്ട് ദിലീപ്. മഞ്ജുഷിന്റെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞു, കഴിഞ്ഞ 8 വർഷമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പവർ ഗ്രൂപ്പ്. എനിക്ക് ആ പവർ ഗ്രൂപ്പ് ആരാണെന്ന് മഞ്ജുഷിന് പറഞ്ഞത്. സിനിമയിലെ പവർ ഗ്രൂപ്പ് ആരാണ് അതിന്റെ പിന്നിൽ? നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ദിലീപ് എന്ന് പറഞ്ഞ ഒരു വലിയ ഡോണാണ്, മലയാള സിനിമ ഭരിക്കുന്ന ഒരു അധോലോക ചക്രവർത്തിയാണെന്ന് തോന്നുന്ന തരത്തിലാണ് ഈ ഇൻട്രോയിൽ അല്ലെങ്കിൽ ചില സംസാരങ്ങൾ കേൾക്കുന്നത്. ഞാൻ ഇന്നലെ ഞാൻ ന്യൂസ് 8 വന്നപ്പോൾ ഈ ജോർജ് ജോസഫ് സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു 20 വർഷം മിനിമം ദിലീപിന് ശിക്ഷ കിട്ടും. എനിക്ക് ഉറപ്പാണ്. അദ്ദേഹം അടച്ചിട്ട കോടതി മുറിയിലാണെങ്കിലും വാദം നടന്നതെങ്കിലും അദ്ദേഹത്തിന് ചില അകത്ത് നിന്ന് കിട്ടിയ വിവരങ്ങളാണ് ദിലീപിനെതിരെ ശക്തമായ തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു അദ്ദേഹത്തിന് കൃത്യമായ അറിവ് കിട്ടിയതല്ലേ. ഇപ്പോൾ ഇന്ന് വെറുതെ വിട്ടിരിക്കുന്നു. ഈ വെറുതെ വിട്ടപ്പോൾ സിനിമാ സംഘടനകൾ ആഹ്ലാദത്തിലാണോ എന്ന് ചോദിച്ചാൽ ഒരു നിരപരാധി രക്ഷപ്പെടുന്നതിലുള്ള ആഹ്ലാദമാണ്. ഇവിടെ ഇൻട്രോയിൽ മഞ്ജുഷ് പറഞ്ഞു ഇരയ്ക്ക് നീതി കിട്ടിയില്ല. എന്താ ഇരയ്ക്ക് നീതി കിട്ടാത്തത്? ഇരയ്ക്ക് 6 പ്രതികളെ ശിക്ഷിച്ചപ്പോ, ക്രിമിനൽസുകളെ ശിക്ഷിച്ചപ്പോ എന്ന് പറഞ്ഞ പോലെ മറ്റൊരു ഇരയായി മാറിയ ദിലീപിന് കിട്ടിയില്ല. ന്യായം കിട്ടി, നീതി കിട്ടി. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ നിങ്ങൾ ഈ ഒരു സമൂഹം മൊത്തം പറയുന്ന ദിലീപ് അത് കുറ്റം ചെയ്തു എന്ന് കണ്ടതുപോലെയാണ് ബാക്കിയുള്ളവർ പറയുന്നത്. ഇത് കൃത്യമായി എവിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ 7 സ്ഥലത്ത് പൾസർ സുനി അയാളും കൂടി സംസാരിച്ചു, 4 സ്ഥലത്ത് വിശദമായി സംസാരിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കോടതി ശിക്ഷിക്കില്ല. ഇനിയിപ്പോ പറഞ്ഞു പടുത്താൻ പോകുന്നത് എന്താണ്? അയാളുടെ പണത്തിന് മുമ്പിൽ എല്ലാവരും ഭയപ്പെട്ടു, പണം കൊണ്ട് എറിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പണം കൊണ്ട് നീതിയായ കോടതിയെ വിലക്ക് വാങ്ങി എന്നാണ് ആരെങ്കിലും പറയുന്നെങ്കിൽ അത് അതിന്റെ ഡയറക്റ്റ് അർത്ഥത്തിൽ അല്ലെങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഈ പൾസർ സുനിയായിട്ട് ഒരു കൊട്ടേഷൻ കൊടുത്തെന്ന് വിചാരിക്കുക. ഏതായാലും ഇത്രയും കാശ് വേണ്ടല്ലോ. 8 വർഷം കൊണ്ട് അയാൾ ജീവിതം തകർന്നതും ഈ കോടതിക്ക് കൊടുക്കുന്ന കാശും വക്കീലിന് കൊടുക്കുന്ന കാശും ഒന്നും വേണ്ടല്ലോ. അത്രയും വേണ്ടി വരില്ലല്ലോ ആ കൊട്ടേഷനും. ആ പണം കൊടുത്തിരുന്നെങ്കിൽ ദിലീപ് രക്ഷപ്പെടില്ലായിരുന്നു. എന്താണ് അതേക്കുറിച്ച് ആരും ഒന്നും പറയാത്തത്? അവസാനം പൾസർ സുനിയാണല്ലോ പറഞ്ഞത് എനിക്ക് ദിലീപാണ് ഈ കൊട്ടേഷൻ തന്നതെന്ന്. അത് പണം കൊടുക്കാത്തതിന്റെ പേരിലാണെന്നല്ലേ പറഞ്ഞത്. പണം കൊടുത്തിരുന്നെങ്കിൽ അയാൾ പറയില്ലെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ദിലീപ് ഇത്രയധികം ജീവിതം മൊത്തം തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നിൽക്കുമായിരുന്നു ദിലീപ് അങ്ങനെ കൊട്ടേഷൻ കൊടുത്തെങ്കിൽ? അപ്പൊ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇതിന് പിന്നിലൊരു മാസ്റ്റർ മൈൻഡ് ഇല്ല, ഇതിന് പിന്നിലൊരു മാസ്റ്റർ മൈൻഡ് ഇല്ല. പൾസർ സുനിയും ഈ ഗുണ്ടകളും ചേർന്ന് ആലോചിച്ച് ഇങ്ങനെ ഒരു കൃത്യം നടത്തി എന്നാണ്. പിന്നെ പൾസർ സുനിക്ക് അങ്ങനെ ഈ തൻ്റെ കൂട്ടാളികളുമായി ചേർന്ന് ഇങ്ങനെ ഒരു കൃത്യം നടത്തണമെന്ന് ഒരു സുപ്രഭാതത്തിൽ ബോധമുദിക്കുകയും ഇങ്ങനെ ചെയ്തു എന്ന് കരുതുക എന്ന് പൊതുസമൂഹത്തിന് അത് അംഗീകരിക്കാൻ പറ്റുകയില്ല. അങ്ങനെയാണെന്ന്. കാരണം തെളിവുകൾ ആദ്യം കളക്ട് ചെയ്യുവാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നു. താങ്കൾ പറയുന്നു വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ദിലീപിനെ പെടുത്തുകയായിരുന്നു എന്നുള്ളതാണല്ലോ. അതാണല്ലോ ഇന്ന് സിനിമാ ലോകത്തുള്ളവർ പറയുന്ന കാര്യങ്ങൾ, ദിലീപിനെ പെടുത്തുകയായിരുന്നുവെന്ന്. അങ്ങനെയൊക്കെ ഇപ്പോൾ സംസ്ഥാന പോലീസ് ഒരു സെലിബ്രിറ്റിയായ ഒരു താരത്തെ പെടുത്തുവാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് തീരാക്കളങ്കമുണ്ടാക്കുന്ന ഒന്നാണ് എന്നുള്ള ബോധ്യത്തിൽ അങ്ങനെ ചെയ്തു എന്നൊക്കെ വിശ്വസിക്കുവാൻ പ്രയാസമാണ്. ശ്രീ ജോസ് തോമസ്, ശ്രീമതി ആശ ഉണ്ണിത്താൻ, ഇത് ദിലീപിനെ പെടുത്തുന്ന ഒരു കേസായി മാറുകയായിരുന്നു. അതിൽ നിന്ന് സമർത്ഥമായിട്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടുവാനും സാധിച്ചു. അതിന് കാരണം പ്രോസിക്യൂഷൻ തെളിവുകൾ നിരത്താൻ സാധിക്കാത്തതാണ്. താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? ആക്ച്വലി ഞാനിപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം ഗോവിന്ദചാമിയുടെ കേസാണ്. ഗോവിന്ദചാമി സൗമ്യനെ ഉപദ്രവിച്ചു, റേപ്പ് ചെയ്തു, സൗമ്യനെ കൊന്നു. പക്ഷേ പ്രോസിക്യൂഷൻ താഴെ കോടതിയിൽ വിജയിച്ചു, എല്ലാത്തിനും ശിക്ഷ കിട്ടി. സുപ്രീം കോടതിയിലെത്തിയപ്പം പ്രോസിക്യൂഷൻ്റെ വീഴ്ച കൃത്യമായി തന്നെ സുപ്രീം കോടതി കാണിച്ചു തന്നു. കൊലപാതകത്തിനുള്ള തെളിവ് അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സൗമ്യ മരിക്കാതിരുന്നോ? സൗമ്യ മരിച്ചു. അപ്പോൾ കൊന്നിട്ടില്ലേ? അല്ലാണ്ട് സൗമ്യ പോയി ആത്മഹത്യ ചെയ്തതല്ലല്ലോ. മറ്റൊരു കാരണവും മരണകാരണമായിട്ട് അവർക്ക് പറയാനും പറ്റിയിട്ടില്ല. അപ്പം ഗോവിന്ദചാമി കൊന്നിട്ടില്ല എന്ന് കോടതി പറഞ്ഞില്ല, കൊലപാതകം തെളിയിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്.
പക്ഷേ റേപ്പ് കൃത്യമായി തെളിയിക്കാൻ പറ്റി. നോക്കൂ, റേപ്പ് തെളിയിക്കാൻ പറ്റും. അതിൽ ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറഞ്ഞ സംഗതി കൃത്യമായി തന്നെ അക്യൂസ്ഡിൻ്റെ മേലെയാണ്. അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് റേപ്പിലെ എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഡിഫറൻസ്. പക്ഷേ മറ്റ് കേസുകളിലെ എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് സംശയത്തിന് അതീതമായി തെളിയിക്കണം. പ്രത്യേകിച്ച് ക്രിമിനൽ കോൺസ്പിറൻസിയുടെ കേസ്. ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ കോൺസ്പയർ ചെയ്തത്, അതായത് ഒരു ഗൂഢാലോചന ചെയ്തു എന്ന് തെളിയിക്കണം. ഈ ഗൂഢാലോചന നടക്കുന്ന എവിടെയാണ്? മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്കാണ് നടക്കുന്നത്. അപ്പോൾ അത് മൊഴികളായിട്ട് വരണം. ആരൊക്കെയാണ് സംസാരിച്ചത്, ആരൊക്കെയാണ്. അപ്പോൾ മൊഴികളായിട്ട് വരണമെങ്കിൽ അത് എന്തുകൊണ്ട്, എങ്ങനെ ചെയ്തു, അപ്പോൾ അതിനൊരു മോട്ടീവ് ഉണ്ടാവണം. അപ്പോൾ ആ മോട്ടീവിനെ പറ്റി പറഞ്ഞ ആളുകൾ മുഴുവനും സാക്ഷി കൂറുമാറി. ഗൂഢാലോചന നടന്നു, ഈ പൾസർ സുനിയും ഇദ്ദേഹവും കൂടി കണ്ട് സംസാരിച്ചു എന്ന് പറയുന്ന ടെന്നീസ് കോർട്ടിലെ സാക്ഷി കൂറുമാറി. അങ്ങനെ കൂറുമാറൽ, സാക്ഷിനെ കൊണ്ടുപോലും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതൊക്കെ പിന്നെ പറയേണ്ട കഥകളൊക്കെ. അപ്പോൾ അങ്ങനെ വലിയ ഒരു കൂറുമാറ്റം അവിടെ നടന്നു കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ ഇനി തെളിവായിട്ട് വരേണ്ടത് ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ എവിഡൻസ് ആണ്. ഡിജിറ്റൽ എവിഡൻസുകൾ മുഴുവനും പല വിധത്തിൽ ടാമ്പർ ചെയ്യാനും അത് ഇല്ലാതാക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളും അവർക്ക് സാധിച്ചു. നമ്മളവിടെയൊക്കെ വളരെ സ്ലോ ആയിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ IT ആക്ട് വളരെ പുറകിലാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ട്രേഡ് ആൻഡ് താരിഫിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് IT മേഖലയിൽ നടക്കുന്ന ക്രൈംസ് പിടിക്കാനല്ല. ഒരു 3-4 ക്രൈമുകൾ പിടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ 3-4 സെക്ഷൻസേ ഉള്ളൂ. ക്രൈമും ഓഫൻസും കോടികൾക്ക് കൊട്ടേഷൻ കൊടുത്ത ദിലീപിന് ആ പണം അങ്ങ് കൊടുത്താൽ മതിയായിരുന്നുവല്ലോ, കേസിലേ പെടുകയില്ലായിരുന്നു. അത് അങ്ങനെ ഉണ്ടായില്ല. ദിലീപ് ആ പണം കൊടുത്തില്ല. അത് മാത്രമല്ല, അതിനേക്കാൾ വലിയ തുക ഈ കേസ് നടത്തിപ്പിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തു. അത് തന്നെ ഓർത്താൽ പോരായിരുന്നോ? ദിലീപ് അങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടില്ല. പൾസർ സുനി ജയിലിൽ നിന്ന് ഇങ്ങനെ ഒരു കത്ത് അയച്ച് ദിലീപിനെ കൊടുക്കുവാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന്. ഇതാണ് പറയുന്ന നറേറ്റീവ് കേട്ടോ. ആയിക്കോട്ടെ, വലിയൊരു നറേറ്റീവ് എന്താണെന്നറിയോ? ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയെ എവിടേക്കാണ് പോയത്? ആ സമയത്ത് ആരവരെ സഹായിക്കാൻ വന്നത്? അങ്ങനെ ഒരു MLA അന്ന് PT തോമസ് സാറ് അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഈ കേസ് ഒരുപക്ഷെ ഇത്രയും രീതിയിൽ വരില്ലായിരുന്നു. ഈ കേസ് പുറത്തേക്ക് വന്നു. ഇല്ലെങ്കിൽ എന്താ, എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു എന്ന ഈ സംഗതി ഒരു പക്ഷേ അവർക്ക് ആ സമയത്ത് പറയാൻ പോലും പറ്റില്ലായിരുന്നു. ആ രീതിയിലുള്ള സപ്പോർട്ട് അവർക്ക് കിട്ടിയത് ആ PT തോമസ് MLA ഉണ്ടായിരുന്ന കാരണം കൊണ്ടാണ്. അദ്ദേഹം ഇന്നില്ല. പക്ഷേ ആ ഒരു സംഗതി ഇത്രയും രീതിയിൽ പുറത്തേക്ക് വരുന്നും അത് അപ്പം തന്നെ വാർത്തയെ മാറുമെന്നും കൈവിട്ട് പോകുന്നവരാരും വിചാരിച്ചില്ല. ഇവർ ഇത് വെച്ച് ഭീഷണിപ്പെടുത്താനാണ് ഇരുന്നത്. പക്ഷേ ഇത് വെച്ച് ഭീഷണിപ്പെടുത്താനുള്ള സംഗതിക്കൊന്നും സമയം കിട്ടിയില്ല. പിന്നെ നേരം വൈകി പോയിട്ട് പിന്നീട് പൾസർ സുനിയൊക്കെ പിടിച്ചതിന് ശേഷം പിന്നീട് പോയിട്ട് ദിലീപ് ഞാൻ പൈസ സെറ്റിൽ ചെയ്യാതെ പറയാൻ പറ്റുമോ? കാരണം ആ ക്രൈം അപ്പോഴേ പോലീസിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ നിമിഷം പോലീസിലേക്ക് എത്തുന്നതോടുകൂടി പിന്നെ ആരെങ്കിലും പൈസ കൊണ്ടിടാൻ മണ്ടന്മാരാണോ? പൈസ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും? ചാക്കിൽ കെട്ടിക്കൊണ്ടേ കൊടുക്കുമോ? അത് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും? ഇതൊക്കെ നമുക്ക് കൃത്യമായി കണ്ടുപിടിക്കാവുന്നതല്ലേ? ദിലീപ് കൈയൊഴിഞ്ഞു. ഈ കൈയൊഴിഞ്ഞ ദിലീപിലേക്ക് എത്താൻ മറ്റു മാർഗമില്ലാത്തത് കൊണ്ട് കത്തെഴുതി. കൃത്യമാണത്. നിങ്ങൾക്ക് മാർട്ടിൻ്റെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾക്ക് സുനിയുടെ വാക്കും വിശ്വസിക്കാമല്ലോ. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? അതേസമയം അതിജീവിതയ്ക്ക് നീതി കിട്ടി എന്നാണ് പറയുന്നത്. കാരണം 6 പേർ ശിക്ഷിക്കപ്പെട്ടു.